പ്രപഞ്ചശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിൽ പലർക്കും ഒരു ചോദ്യമുണ്ടാവും. പ്രപഞ്ചത്തോട് പറയുന്ന ആഗ്രഹങ്ങൾ ശരിക്കും കേൾക്കപ്പെടുമോ? ചിലർ പറയും ഇതെല്ലാം ഒരു വിശ്വാസം മാത്രമാണെന്ന്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രപഞ്ചശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയണം, എന്തുകൊണ്ട് ചില ആഗ്രഹങ്ങൾ നടക്കുന്നു, ചിലത് നടക്കുന്നില്ല, ഒരു ചെറിയ മാറ്റം കൊണ്ട് ജീവിതം തന്നെ മാറുന്ന രീതി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ശാന്തമായി കേൾക്കുക, കാരണം ഇത് വെറും ഒരു വീഡിയോ അല്ല. ഇത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമല്ല. നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മുടെ വിശ്വാസം, ഇതെല്ലാം ചേർന്ന ഒരു എനർജി ഫീൽഡാണ് യൂണിവേഴ്സ്. നമ്മൾ അയക്കുന്ന ഓരോ ചിന്തയും ഒരു സിഗ്നൽ പോലെ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. പോസിറ്റീവ് ചിന്ത, പോസിറ്റീവ് അനുഭവങ്ങൾ, നെഗറ്റീവ് ചിന്ത, അനുഭവങ്ങൾ, അങ്ങനെയെല്ലാം. പ്രപഞ്ചം നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ അയക്കുന്നത് അത് തിരിച്ചയക്കുന്നു, അത്രമാത്രം. ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റ്. പലരും പ്രപഞ്ചത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കിത് കിട്ടണേ, എൻ്റെ ആഗ്രഹമൊന്നും നടക്കുന്നില്ല, എനിക്ക് ഭാഗ്യമില്ല. ഇവിടെ പ്രപഞ്ചം കേൾക്കുന്നത് ഭയം, കുറവ്, വിശ്വാസക്കുറവ്. പ്രപഞ്ചം വാക്കല്ല കേൾക്കുന്നത്, വികാരമാണ്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ്, അതാണ് യൂണിവേഴ്സ് ഏറ്റെടുക്കുന്നത്. ശരിയായ രീതിയിൽ ആഗ്രഹം പറയേണ്ടത് എങ്ങനെ? അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ തന്നെ കിട്ടിയതുപോലെ പറയുക. എനിക്ക് കിട്ടണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് കിട്ടിയതിന് നന്ദി എന്ന് പറയുക. ഉദാഹരണം, എനിക്ക് നല്ലൊരു ജീവിതം നൽകിയതിന് നന്ദി യൂണിവേഴ്സ്, ഫീലിങ്സോടെ പറയുക. പ്രപഞ്ചത്തിന് ലോങ് എക്സ്പ്ലനേഷൻ വേണ്ട, ഫീലിങ്സ് മാത്രം മതി. സന്തോഷം, സമാധാനം, കൃതജ്ഞത, ഇവയോടൊപ്പം പറയുന്ന ആഗ്രഹങ്ങൾ വേഗം മാനിഫെസ്റ്റ് ചെയ്യും. സംശയം ഒഴിവാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ രഹസ്യം. പ്രപഞ്ചത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഭാഷയാണ് നന്ദി. ഇപ്പോൾ നമുക്കുള്ളത് എന്തൊക്കെയാണോ അതിനൊക്കെ നന്ദി പറയുക. ശ്വാസം, ആരോഗ്യം, ഇന്ന് കാണുന്ന ഈ വീഡിയോയ്ക്ക് പോലും. നന്ദിയുള്ള മനുഷ്യനോട് യൂണിവേഴ്സ് എപ്പോഴും ഉദാരമതിയായിരിക്കും. ആഗ്രഹം പറഞ്ഞ ശേഷം അത് വിട്ടുകളയാനുള്ള ശക്തി. ആഗ്രഹം പറഞ്ഞ ശേഷം അത് പിടിച്ചു നിർത്തരുത്. എപ്പോഴാണ് നടക്കുക, എങ്ങനെയാണ് നടക്കുക, ഇങ്ങനെയുള്ള ചിന്തകൾ യൂണിവേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ ആവും. വിശ്വസിച്ച് പറയുക, വിട്ടുകളയുക. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അത് നമ്മളിലേക്ക് എത്തും. ഓർക്കുക, നീ ചെറിയൊരാളല്ല. നിൻ്റെ ചിന്തകൾക്ക് ശക്തിയുണ്ട്. പ്രപഞ്ചം നിൻ്റെ എതിരാളിയല്ല, പങ്കാളിയാണ്. ഇന്നു മുതൽ ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ ആഗ്രഹിക്കൂ. യൂണിവേഴ്സ് എപ്പോഴും കേൾക്കുന്നുണ്ട്. നീ പറയുന്ന രീതി മാത്രം മാറ്റിയാൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്